തൃശൂരിന് പിന്നാലെ വാടാനപ്പള്ളിയിലും കിറ്റ് വിവാദം. സൂപ്പർമാർക്കറ്റ് കേന്ദ്രീകരിച്ച് 2000 കിറ്റുകൾ തയ്യാറാക്കിയതായാണ് ആരോപണം. ബിജെപിയുടെ നേതൃത്വത്തിലാണ് കിറ്റ് തയ്യാറാക്കിയതെന്ന് LDF, UDF പ്രതിനിധികൾ ആരോപിച്ചു. സൂപ്പർമാർക്കറ്റിന് മുന്നിൽ UDF, BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ, LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. സംഭവം അറിഞ്ഞതോടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി. വോട്ടിന് വേണ്ടിയാണ് കിറ്റുകൾ ഒരുക്കിയതെന്നും വോട്ട് കച്ചവടമാണ് നടക്കുന്നതെന്നും UDF, LDF പ്രതിനിധികൾ ആരോപിച്ചു. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം, ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ്, ബൂത്ത് തരത്തിലുള്ള പ്രതിഷേധം, പൂർണ്ണമായിട്ടും ജനകീയമായ പ്രതിഷേധം ഇന്ന് മുതൽ UDFിന്റെ പ്രവർത്തകന്മാർ പകലും രാത്രിയും ഉറങ്ങാതെ ഇപ്പൊ കിറ്റ് നാളെ മുതൽ പണം കൊടുക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലൊന്നും പണം ആംബുലൻസിൽ ചില NGOസിന്റെ പേരിലുള്ള ആംബുലൻസിൽ കെട്ടുമായി വന്ന് ആ പണങ്ങൾ പല സ്ഥലത്തും വിതരണം ചെയ്യാൻ വേണ്ടി 500ന്റെ നോട്ടുകൾ കെട്ടായി ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പണം കൊടുക്കും, കിറ്റ് കൊടുക്കും. ജനാധിപത്യത്തിലുള്ള ജനങ്ങളുടെ അവകാശത്തെ ചൂഷണം ചെയ്യാനും അത് അട്ടിമറിക്കാനുമാണ് ശ്രമം. അത് എന്ത് വില കൊടുത്ത് ഞങ്ങൾ ചെറുക്കും, അത് എന്ത് വില കൊടുത്ത് ഞങ്ങൾ തടയും. ജനങ്ങളുടെ ജനാധിപത്യ അവകാശത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അർത്ഥത്തിലുള്ള ഇടപെടലും പോരാട്ടവും ഞങ്ങൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി മുകേഷ് ലാൽ ചേരുന്നു. മുകേഷ്, സൂപ്പർമാർക്കറ്റ് പരിസരത്ത് സംഘർഷം ഇപ്പോഴും തുടരുകയാണോ? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സംഘർഷത്തിന് ഇപ്പോൾ സമാപനമായിട്ടുണ്ട്. ഇതേസമയം തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഈ സൂപ്പർമാർക്കറ്റിൽ പരിശോധിക്കുകയാണ്. മണലൂർ ആത്മാവ് ജംഗ്ഷനിലുള്ള എന്ന സ്ഥാപനത്തിലാണ് ഈ സംഭവം. രാവിലെയാണ് ഇവിടെ BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കിറ്റുകൾ തയ്യാറാക്കുന്നു എന്ന വിവരമാണ് പടർന്നത്. ഇതേ തുടർന്ന് വലത് പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേരുകയായിരുന്നു. ധാരാളം ആളുകൾ ചേർന്നു 2000-ഓളം കിറ്റുകൾ തയ്യാറാക്കിയതായി കണ്ടെത്തുകയും ചെയ്തു. പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിരുന്നു. ഇത് തന്നെ UDF പ്രവർത്തകരും ഇവിടെ വിവരം അറിഞ്ഞെത്തിയ BJP പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉണ്ടായി. ഇവിടേക്ക് TN പ്രതാപൻ, നിലവിലെ മണലൂർ മണ്ഡലത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മണലൂർ മണ്ഡലത്തിന്റെ പരിധിയിലാണ്. മണലൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ TN പ്രതാപനും ഇടത് സ്ഥാനാർത്ഥിയായ C രവീന്ദ്രനാഥും ഇവിടെ എത്തുകയുണ്ടായി. ഇവിടെ എത്തി ഇവർ ആരോപണം ഉന്നയിച്ചത് BJP പ്രവർത്തകരുടേതാണ്, BJPയുടേതാണ്. കിറ്റ് നൽകി വോട്ട് വാങ്ങാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്ന ആരോപണം രണ്ട് സ്ഥാനാർത്ഥികളും ഉന്നയിച്ചു. തിരിച്ചു മടങ്ങുന്ന പ്രതാപനും അതുപോലെ തന്നെ BJP പ്രവർത്തകരുണ്ടായിരുന്നു. ഇവർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചതായി പ്രതാപൻ പരാതിപ്പെടുകയും ചെയ്തു. നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് ശമനമായിട്ടുണ്ട്. കുറെ പേർ പിരിഞ്ഞുപോയി. എന്നാലും ഇടതിന്റെയും വലതിന്റെയും ഒപ്പം തന്നെ BJP പ്രവർത്തകരും ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ പോലീസും ഇവിടെ പരിശോധിക്കുകയാണ്. ഈ ഒരു വീടിനോട് ചേർന്നാണ് ഈ ചാമ്പ്യൻ ട്രേഡേഴ്സ് എന്ന സ്ഥാപനം സൂപ്പർമാർക്കറ്റ് ഗോഡൌൺ സ്ഥിതി ചെയ്യുന്നത്. ഒരു വീടിനോട് ചേർന്ന് ഈ വീടിനകത്ത് BJPയുടെ പ്രാദേശിക നേതാക്കൾ ഉണ്ട് എന്നൊരു ആരോപണം ഇടത് വലത് പ്രതിനിധികൾ ഇവിടെ എത്തിയപ്പോൾ ഉയർത്തിയിരുന്നു. ഇവർ വീടിനകത്താണ് എന്ന ആരോപണം ഉയർന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം പേർ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് ഇപ്പോഴും. എന്നാൽ സംഘർഷാവസ്ഥയ്ക്ക് സമാപനമായിട്ടുണ്ട്. സൂര്യ.